പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ. വിദേശ പരിശീലന ക്യാമ്പിനായി ഒമാൻ ടീം സ്പെയിനിൽ. പരിശീലകൻ സിൽഹാവിക്ക് കീഴിൽ 29 സ്ക്വാഡ് ഇന്നലെ ഉച്ചയോടെ സ്പെയിനിലെത്തിയത്. മസ്കത്തിൽ നടന്ന ആഭ്യന്തര ക്യാമ്പിന് ശേഷമായിരുന്നു ടീമിന്റെ യാത്ര. വരാനിരിക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള മികച്ച മുന്നൊരുക്കമാകും ചെമ്പടയുടെ വിദേശ പരിശീലനം. വിദേശ ക്യാമ്പിന്റെ ഭാഗമായി സൗഹൃദ മത്സരങ്ങളും ഒമാൻ കളിക്കും. പരിക്കുമാറി തിരിച്ചെത്തിയ താരങ്ങളും ടീമിനൊപ്പം സ്പെയിനിലെത്തിയിട്ടുണ്ട്. സെപ്റ്റംബറിലാണ് ഒമാന്റെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ അരങ്ങേറുന്നത്. ഹോം ആൻഡ് എവേ രൂപത്തിലാണ് കളികൾ. ഗ്രൂപ്പ് ബിയിൽ ദക്ഷിണ കൊറിയ, ഇറാഖ്, ജോർദാൻ, ഫലസ്തീൻ, കുവൈത്ത് ടീമുകളാണ് ഒമാന്റെ എതിരാളികൾ. സെപ്റ്റംബർ 5-ന് ഒമാൻ ഇറാഖിനെയും 10-ന് ദക്ഷിണ കൊറിയയെയും നേരിടും. പിന്നീട് ഒക്ടോബറിലാണ് മത്സരം. ഒക്ടോബർ 10-ന് കുവൈത്തുമായും 15-ന് ജോർദാനുമായും ഏറ്റുമുട്ടും. നവംബർ 14-ന് ഫലസ്തീനെതിരെയും 19-ന് ഇറാഖിനെതിരെയുമാണ് തുടർന്നുള്ള മത്സരങ്ങൾ. പിന്നീട് അടുത്ത വർഷം മാർച്ചിലാണ് മത്സരങ്ങൾ നടക്കുക. മസ്കത്ത്, കേരള സെക്ടറുകളിലുള്ള കൂടുതൽ സർവീസുകൾ റദ്ദാക്കിയ എയർ ഇന്ത്യ എക്സ്പ്രസ്. ഇന്ന് പുലർച്ചെ 2:15-ന് മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനവും രാവിലെ 9:45-ന് കണ്ണൂരിലേക്ക് പുറപ്പെടേണ്ട വിമാനവുമാണ് റദ്ദാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂർ, തിരുവനന്തപുരം, കോഴിക്കോട് സർവീസുകൾ റദ്ദാക്കിയിരുന്നു. നൂറുകണക്കിന് യാത്രക്കാരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദുരിതത്തിലായത്. അടുത്ത ദിവസങ്ങളിലും വിവിധ സർവീസുകൾ റദ്ദാക്കപ്പെട്ടേക്കുമെന്ന് ട്രാവൽ രംഗത്തുള്ളവർ പറയുന്നു. ജീവനക്കാരുടെ കുറവാണ് സർവീസുകൾ റദ്ദാക്കുന്നതിന് പിന്നിലെ കാരണമെന്നാണ് ലഭിക്കുന്ന വിവരം. സലാം എയർ മസ്കത്ത് ന്യൂഡൽഹി സർവീസ് ആരംഭിച്ചു. ആഴ്ചയിൽ 2 ദിവസങ്ങളിലാണ് ഇരുഭാഗങ്ങളിലേക്കുമുള്ള സർവീസുകൾ. ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ മസ്കത്തിൽ നിന്നും പുലർച്ചെ 2:15-ന് പുറപ്പെടുന്ന വിമാനം രാവിലെ 6:45-ന് ഡൽഹിയിൽ ലാൻഡ് ചെയ്യും. ഡൽഹിയിൽ നിന്നും രാവിലെ 7:45-ന് പുറപ്പെടുന്ന വിമാനം ഒമാൻ സമയം രാവിലെ 9:25-ന് മസ്കത്തിലെത്തും. ആദ്യ ദിനം മസ്കത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് 83 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. ഡൽഹിയിൽ നിന്നും മസ്കത്തിലേക്ക് 46 റിയാലിനും ടിക്കറ്റ് ലഭിക്കും. മസ്കത്തിനും ചെന്നൈക്കുമിടയിൽ ഈ മാസം 11 മുതൽ സലാം എയർ സർവീസ് ആരംഭിക്കും. ആഴ്ചയിൽ 2 ദിവസങ്ങളിലാകും ഇരുഭാഗങ്ങളിലേക്കുമുള്ള സർവീസുകൾ. വ്യാഴം, ശനി ദിവസങ്ങളിൽ രാത്രി 11 മണിക്ക് മസ്കത്തിൽ നിന്നും പുറപ്പെടുന്ന വിമാനം പുലർച്ചെ 4:15-ന് ചെന്നൈയിലെത്തും. ചെന്നൈയിൽ നിന്നും പുലർച്ചെ 5 മണിക്ക് പുറപ്പെട്ട് രാവിലെ 7:25-ന് മസ്കത്തിൽ ലാൻഡ് ചെയ്യും. 50 റിയാലിൽ താഴെയാണ് ഇരുഭാഗങ്ങളിലേക്കുമുള്ള നിലവിലെ ടിക്കറ്റ് നിരക്കുകൾ. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുത കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് 2 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. നടപടികൾ പൂർത്തീകരിച്ചു. മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച 2 പ്രവാസികൾ അറസ്റ്റിൽ. ROP ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ കോമ്പാറ്റിംഗ് നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് വിഭാഗം ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് വിഭാഗവുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് കടത്ത് പിടികൂടിയത്. വലിയ അളവിൽ ക്രിസ്റ്റൽ നാർക്കോട്ടിക്സും ഹാഷിഷും പ്രതികളിൽ നിന്നും കണ്ടെടുത്തു. പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണെന്നും ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. ഖരീഫ് സഞ്ചാരികളുടെ സുരക്ഷയും സുഗമമായ ഗതാഗതവും ഉറപ്പുവരുത്തുന്നതിന് ധോഫാർ ഗവർണറേറ്റിലും ഇവിടേക്കുള്ള വഴികളിലും മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി റോയൽ ഒമാൻ പോലീസ്. സന്ദർശകരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും പോലീസ് വിഭാഗത്തിന്റെ സാന്നിധ്യം മുഴുവൻ സമയങ്ങളിലും ഉണ്ടാകുമെന്ന് ധോഫാർ ഗവർണറേറ്റ് പോലീസ് കമാൻഡർ ബ്രിഗേഡിയർ സഈദ് ബിൻ ഹമദ് അൽ ബലൂഷി പറഞ്ഞു. വിവിധ വിഭാഗങ്ങളുമായി നിരവധി തവണയാണ് പോലീസ് വകുപ്പ് ചർച്ചകൾ നടത്തിയത്. വിനോദസഞ്ചാരി കേന്ദ്രങ്ങളിൽ സന്ദർശിച്ച് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ആവശ്യമായ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ നിയമിക്കുകയും സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ബ്രിഗേഡിയർ സഈദ് ബിൻ ഹമദ് അൽ ബലൂഷി പറഞ്ഞു. ഖരീഫ് ആസ്വദിക്കാൻ ധോഫാറിലെത്തുന്ന സഞ്ചാരികളെ കാത്ത് ഐൻ ദർബാത്തിലെ കോട്ടേജുകൾ. പച്ചപ്പ് നിറഞ്ഞ തീരത്തെ മനോഹരമായ കോട്ടേജുകൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം വലിയ പ്രചാരം നേടുകയാണിപ്പോൾ. ഇത്തവണ കൂടുതൽ മനോഹരമായാണ് അധികൃതർ കോട്ടേജുകൾ ഒരുക്കിയിരിക്കുന്നത്. ഐൻ ദർബാത്തിലെ പ്രകൃതി മനോഹാരിത മിഴിനിറയെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് കുടിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. സ്വകാര്യ സ്ഥാപനമാണ് കോട്ടേജുകൾ ഒരുക്കിയിരിക്കുന്നത്. തടികളാണ് കോട്ടേജ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. നിശ്ചിത തുക നൽകി സഞ്ചാരികൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാം.
ചില ദിവസങ്ങളിൽ പൂർണ്ണമായും ബുക്കിംഗ് പൂർത്തിയാകാറുണ്ടെന്ന് കമ്പനി അധികൃതർ പറയുന്നു. എന്നാൽ ഖരീഫ് സമയത്ത് മാത്രമാണ് കോട്ടേജുകൾക്കായി അനുമതി കൊടുത്തിരിക്കുന്നത്. ഈ കാലയളവിലാണ് ഇവിടെ കൂടുതൽ സന്ദർശകർ എത്തുന്നത്. താഖ വിലായത്തിലെ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഐൻ ദർബാത്ത്. കോട്ടേജിൽ നിന്നുള്ള ഇടതൂർന്ന പച്ചപ്പിൻ്റെയും അരുവിയുടെയും വെള്ളച്ചാട്ടങ്ങളുടെയും കാഴ്ചകൾ ഏവരെയും ആകർഷിക്കുന്നതാണ്. തൊഴിൽ നിയമലംഘകരെ കണ്ടെത്തുന്നതിന് പരിശോധന വ്യാപിപ്പിച്ച് തൊഴിൽ മന്ത്രാലയം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വെൽഫെയർ വിഭാഗം നടത്തിയ പരിശോധനയിൽ മസ്കത്ത് ഗവർണറേറ്റിൽ നിന്നും 1366 പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. ജൂൺ മാസത്തിലാണ് ഇത്രയും പേർ അറസ്റ്റിലായത്. ഇവരിൽ 919 പേരെ നാടുകടത്തിയതായും മന്ത്രാലയം അറിയിച്ചു. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റുമായി സഹകരിച്ചാണ് തൊഴിൽ മന്ത്രാലയം പരിശോധന നടത്തുന്നത്. ഗവർണറേറ്റിൽ സംയുക്ത പരിശോധനാ സംഘങ്ങൾ രൂപീകരിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിവരികയാണ്. തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനുള്ള വിഷൻ 2040 ഭാഗമായാണ് പരിശോധന. അതേസമയം വർഷത്തിലെ ആദ്യ പകുതിയിൽ തൊഴിൽ താമസ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് 9042 തൊഴിലാളികളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ 7612 വിദേശികളെ ശിക്ഷാ നടപടികൾക്ക് ശേഷം നാടുകടത്തിയതായും തൊഴിൽ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് ഒമാനിൽ കഴിയുന്ന പ്രവാസികളെ കണ്ടെത്തുന്നതിനായി പരിശോധന തുടരുകയാണ്. ഒമാനിലെ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പ്രൊമോഷനുകളും ഓഫറുകളും ഏർപ്പെടുത്തുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമില്ലെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു. പ്രാദേശിക കച്ചവടം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗവുമായി സഹകരിച്ചാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. നിശ്ചിത മാനദണ്ഡങ്ങളോടെയാണ് മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നത്. വാണിജ്യ പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കുന്നതിനും വിപണിയിലെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ന്യായമായ വിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയുമാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. മുൻകൂർ അനുമതിയില്ലാതെ 30% വരെ ഇളവുകളും ഡിസ്കൗണ്ടുകളും നൽകാൻ സാധിക്കും. കിഴിവുകളും പ്രൊമോഷണൽ ഓഫറുകളും ആഴ്ചയിൽ തുടർച്ചയായി 3 ദിവസത്തിൽ കൂടാനും പാടില്ല. പ്രൊമോഷനുകൾ മാസത്തിൽ 3 തവണയിൽ കൂടുതൽ നൽകരുതെന്നും വ്യവസ്ഥയുണ്ട്. മുൻകൂർ അനുമതി ആവശ്യമില്ലെങ്കിലും കിഴിവുകളോ പ്രൊമോഷണൽ ഓഫറുകളോ നൽകുന്നുണ്ടെങ്കിൽ അക്കാര്യം ഉപഭോക്തൃ സംരക്ഷണ വിഭാഗത്തെ അറിയിക്കണം. ഖരീഫ് കാലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി കടകളിലും ഇന്ധന കേന്ദ്രങ്ങളിലും പരിശോധന. വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധനാ ക്യാമ്പയിൻ നടക്കുന്നത്. ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള സേവനങ്ങൾ നൽകുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ക്യാമ്പയിൻ. ഉപഭോക്തൃ ഇടപാടുകൾ സുഗമമാക്കുന്നതിനുള്ള മന്ത്രാലയം ചട്ടങ്ങൾ അനുസരിച്ച് ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനം ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയ 131 സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. മന്ത്രാലയം പരിശോധനാ സംഘം ആദം ഹൈമ തുംറൈത്ത് റോഡിലും മഹൂത്ത് സലാല റോഡിലും ദോഫാർ ഗവർണറേറ്റിലെ മറ്റു ഭാഗങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ഇന്ധന കേന്ദ്രങ്ങളിലും സന്ദർശനം നടത്തി. ഇന്ധന കേന്ദ്രങ്ങളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയ 10 സ്റ്റേഷനുകൾക്ക് മുന്നറിയിപ്പ് നൽകി. അതേസമയം ഖരീഫ് കാലത്ത് കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് മുതലെടുത്ത് ഉൽപ്പന്നങ്ങൾക്കോ സേവനങ്ങൾക്കോ വില വർദ്ധിപ്പിച്ചാൽ കർശന നടപടിയുണ്ടാകും. വില വർദ്ധിപ്പിക്കുന്നതായി പരിശോധനയിൽ കണ്ടെത്തുകയോ പരാതി ലഭിക്കുകയോ ചെയ്താൽ പിഴ ഉൾപ്പെടെയുള്ള നടപടികളുണ്ടാകും. കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്തരത്തിൽ അനുമതിയില്ലാതെ വില വർദ്ധിപ്പിച്ച സ്ഥാപനങ്ങൾക്കെതിരെ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം നടപടി സ്വീകരിച്ചിരുന്നു. ഗുളിക രൂപത്തിലാക്കി ക്രിസ്റ്റൽ മെത്ത് മയക്കുമരുന്ന് പോസ്റ്റൽ പാഴ്സൽ അയക്കാനുള്ള ശ്രമം പിടികൂടി. ഒമാൻ കസ്റ്റംസ് വിഭാഗത്തിന്റെ പരിശോധനയിലാണ് 590 ക്യാപ്സൂളുകളാക്കിയുള്ള മയക്കുമരുന്ന് കണ്ടെത്തിയത്. നേരത്തെയും വിവിധ രൂപത്തിലായി പോസ്റ്റൽ പാഴ്സൽ വഴി മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമം ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് വിഭാഗം പിടിച്ചെടുത്തിരുന്നു. സമാന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ കസ്റ്റംസ് അധികൃതർ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.